Hi, welcome to Matcom. SSLC മാത്തമാറ്റിക്സ് ലെക്ചർ സീരീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്ന ചാപ്റ്റർ 3 മാത്തമാറ്റിക്സ് ഓഫ് ചാൻസസ് ആണ്. അതിനകത്ത് ഇൻട്രൊഡക്ടറി ഐഡിയാസ്, എങ്ങനെയാണ് പ്രോബബിലിറ്റി കണ്ടുപിടിക്കുന്നത്, ബേസിക് പ്രോബ്ലംസ് എങ്ങനെ സോൾവ് ചെയ്യാം, ജോമെട്രിക് പ്രോബബിലിറ്റി, അതിനകത്തെ കുറച്ച് ക്വസ്റ്റ്യൻസ് എല്ലാം നമ്മൾ പ്രീവിയസ് വീഡിയോ ഡിസ്കസ് ചെയ്തിരുന്നു. അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. നിങ്ങളത് കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ഇത് കാണാം. സോ ഇനിയുള്ളതെന്ന് പറയുന്നത് പെയറുകളുടെ പ്രോബബിലിറ്റി നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ഫോർ എക്സാമ്പിൾ, എന്താണ് പെയർഡ് പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ നമുക്കിപ്പോൾ ഒരു റെഡ് കളേർഡ് ബോട്ടിലുണ്ട്. റെഡ് കളേർഡ് ബോട്ടിൽ നമ്മുടെ കയ്യിൽ, പിന്നെ ഒരു ഗ്രീൻ കളേർഡ് ബോട്ടിലുണ്ട്, പിന്നെ നമ്മുടെ കയ്യിൽ ഒരു വൈറ്റ് കളേർഡ് ക്യാപ്പ് ഉണ്ട്, അല്ലെങ്കിൽ വൈറ്റ് കളേർഡ് ലിഡ് ഉണ്ട്, വൈറ്റ് ലിഡ് ഉണ്ട്, അതുപോലെ തന്നെ ബ്ലാക്ക് ലിഡ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്തൊക്കെ പോസിബിലിറ്റി ഉണ്ട്? റെഡ് കളേർഡ് ബോട്ടിലിന്റെ കൂടത്തിൽ ബ്ലാക്ക് ലിഡ് കൊടുക്കാം, റെഡ് കളേർഡ് ബോട്ടിലിന്റെ കൂടത്തിൽ വൈറ്റ് ലിഡ് കൊടുക്കാം, റെഡ് കളേർഡ് ബോട്ടിലിന്റെ കൂടത്തിൽ വൈറ്റ് ലിഡ് കൊടുക്കാം, ഗ്രീനിന്റെ കൂടെ വൈറ്റ് ലിഡ് കൊടുക്കാം, ഗ്രീനിന്റെ ബ്ലാക്ക് കൊടുക്കാം. മൊത്തം നമുക്ക് എന്ത് കിട്ടി? 4 പോസിബിലിറ്റി ഉണ്ട്. അതിനകത്ത് റെഡ് വിത്ത് ബ്ലാക്ക് ലിഡ് പോസിബിലിറ്റി എന്താണ്? റെഡ് വിത്ത് ബ്ലാക്ക് ലിഡ് പോസിബിലിറ്റി എന്ന് പറഞ്ഞാൽ ഒന്ന് മാത്രമേ, അപ്പൊ അത് 1/4 ആയിരിക്കും. അപ്പൊ അങ്ങനെ ഡിഫറെന്റ് പെയറുകൾ വന്നു കഴിയുമ്പോൾ നമുക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള പെയറിനെ എങ്ങനെ ചൂസ് ചെയ്യാം? ഡിഫറെന്റ് പെയറുകൾ വന്നു കഴിയുമ്പോൾ നമുക്ക് അക്സെപ്റ്റബിൾ ആയിട്ടുള്ള പെയറിനെ എങ്ങനെ ചൂസ് ചെയ്യാം എന്ന് പറയുന്നതാണ് നമ്മൾ പെയറുകളുടെ പ്രോബബിലിറ്റി കണ്ടുപിടിക്കുക എന്ന് പറയുന്നത്. സോ നമുക്ക് പെയറുകളുടെ പ്രോബബിലിറ്റി എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് നോക്കാം. സോ അതിന് എക്സാമ്പിൾ ആയിട്ട് നമുക്കൊരു ക്വസ്റ്റ്യൻ എടുക്കാം. റാണി അനി റാണി അനി രാജറാണി, ഇറ്റ് ഈസ് രാജറാണി. ഓക്കെ, രജനി, fine, it is Rajani. Okay, Rajani has 3 necklaces and 3 pairs of earrings of color green, blue and red stones. In what all the different ways can she wear them? What is the probability her wearing the necklaces and earrings of the same color or of different color? അപ്പോൾ അതായത് നമ്മുടെ കയ്യിലുള്ളത് ഗ്രീൻ കളറുള്ള നെക്ലേസ് ഉണ്ട്, ബ്ലൂ കളർ നെക്ലേസ് ഉണ്ട്, റെഡ് കളർ നെക്ലേസ് ഉണ്ട്, ഗ്രീൻ കളറുള്ള ഇയറിംഗ് ഉണ്ട്, ബ്ലൂ കളറുള്ള ഇയറിംഗ് ഉണ്ട്, റെഡ് കളറുള്ള ഇയറിംഗ് ഉണ്ട്. ഓക്കെ, അതിനകത്ത് എന്താണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്റ്റോണിന്റെ കളർ. അപ്പൊ അങ്ങനെയാണെങ്കിൽ എത്ര ഡിഫറെന്റ് വേസിൽ നമുക്ക് വിയർ ചെയ്യാൻ പറ്റും? അങ്ങനെയാണെങ്കിൽ ഇയറിംഗിന്റെയും നെക്ലേസിന്റെയും കളർ, അല്ലെങ്കിൽ സ്റ്റോണിന്റെ കളർ ഒന്നും തന്നെ ആവാനുള്ള പ്രോബിലിറ്റി എന്ത്? 2 ആവാനുള്ള പ്രോബിലിറ്റി എന്ത്? ഫോർ എക്സാമ്പിൾ, ഇപ്പൊ നമ്മൾ നെക്ലേസ് എടുത്തു, ഇയറിംഗ് എടുത്താൽ നെക്ലേസ് ഗ്രീൻ ആണെങ്കിൽ എന്ത് സംഭവിക്കാം? ഇയറിംഗും ഗ്രീൻ ആവാം, അതുപോലെ തന്നെ ഇയറിംഗ് വേണമെങ്കിൽ ബ്ലൂ ആകാം, അല്ലെങ്കിൽ ഇയറിംഗ് വേണമെങ്കിൽ റെഡ് ആവാം. സോ വി ഗോട്ട് 3 പോസിബിലിറ്റി. ഇനി നെക്ലേസ് ബ്ലൂ ആണെങ്കിൽ ഇയറിംഗ് ബ്ലൂ ആകാം, ഗ്രീൻ ആവാം, അല്ലെങ്കിൽ റെഡ് ആവാം. വീണ്ടും നമുക്ക് 3 പോസിബിലിറ്റി. ഇനി അടുത്ത പോസിബിലിറ്റി എന്ന് പറയുന്നത് ഇയറിംഗ് റെഡ് ആണെങ്കിൽ, നെക്ലേസ് റെഡ് ആണെങ്കിൽ ഇയറിംഗ് വേണമെങ്കിൽ ഗ്രീൻ ആവാം, അല്ലെ ബ്ലൂ ആവാം, റെഡ് ആവാം. സോ വീണ്ടും 3 പോസിബിലിറ്റി. അപ്പൊ അങ്ങനെ മൊത്തം എത്രയുണ്ട്? മൊത്തം നമുക്ക് 9 കോമ്പിനേഷൻസ് പോസിബിൾ. അപ്പൊ എങ്ങനെ ഡിഫറെന്റ് വേസിൽ വിയർ ചെയ്യാനായിട്ട് പറ്റും? 9 ഡിഫറെന്റ് വേസിൽ വിയർ ചെയ്യാനായിട്ട് പറ്റും. 9 ഡിഫറെന്റ് വേസിൽ വിയർ ചെയ്യാനായിട്ട് പറ്റും. ഡൺ. ഓക്കെ, വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് ഹെർ വിയറിംഗ് ദ നെക്ലേസ് ആൻഡ് ദ ഇയറിംഗ്സ് ഓഫ് ദ സെയിം കളർ? ഒരേ കളറുള്ള നെക്ലേസും ഇയറിംഗും എത്ര രീതിയിലുണ്ട്? ഒന്ന് ഗ്രീൻ ടു ഗ്രീൻ, ബ്ലൂ ടു ബ്ലൂ, റെഡ് ടു റെഡ്. 3 പോസിബിലിറ്റി. അപ്പൊ എന്ത് വരും? ദ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് ദ നമ്പർ ഓഫ് ഫേവറബിൾ ഔട്ട്കം ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്കം. ഫേവറബിൾ ഔട്ട്കം എത്രയുണ്ട്? ഒരേ കളർ വരുന്നത്. അങ്ങനെ എത്ര കോമ്പിനേഷൻ ഉണ്ട്? 3 കോമ്പിനേഷൻ. മൊത്തം എത്രയെണ്ണം ഉണ്ട്? 9. 3/9 that is equal to 1/3. So the probability of the same color combination. ഇനി അപ്പൊ അങ്ങനെയാണെങ്കിൽ the probability of choosing different color combination, probability of choosing different color combination എന്ന് പറയുന്നത് എന്ത് വരും? ഡിഫറെന്റ് കളർ കോമ്പിനേഷൻ എന്ന് പറയുന്നത് നമുക്ക് അങ്ങനെ എത്ര പോസിബിലിറ്റി ഉണ്ട്? റിമൈനിങ് ആയിട്ട് 6 പോസിബിലിറ്റി. 6/9 that is equal to 2/3. വളരെ ഈസി ആയിട്ട് നമുക്ക് ആ ഒരു പ്രോബബിലിറ്റി കണ്ടുപിടിച്ചെടുക്കാനായിട്ട് പറ്റും. ഓക്കെ, നമുക്ക് വേറൊരു ക്വസ്റ്റ്യൻ നോക്കാം. A box containing 4 slip numbers 1, 2, 3, 4. Another box containing 3 slip numbers 1, 2, 3. If one slip is taken from each, what is the probability of the product being odd? The probability of product being even. So നമ്മളിപ്പം ഫോർ എക്സാമ്പിൾ പറഞ്ഞിരിക്കുന്നത് ഒരു ബോക്സിന് 4 സ്ലിപ്പ് ഉണ്ട്, 1, 2, 3, 4 എന്ന് എഴുതിയിരിക്കുന്നു. മറ്റൊരു ബോക്സിനകത്ത് 3 സ്ലിപ്പ് ഉണ്ട്, 1, 2, 3 എന്ന് എടുത്തിരിക്കുന്നു. നമ്മൾ ഓരോ ബോക്സിൽ നിന്ന് ഓരോ സ്ലിപ്പ് വീതം എടുക്കുന്നു. അന്നേരം ഈ സ്ലിപ്പിൽ കാണുന്ന നമ്പർ തമ്മിൽ കൂട്ടുമ്പോൾ
sorry, സ്ലിപ്പിന്റെ നമ്പർ തമ്മിലുള്ള പ്രൊഡക്റ്റ് കാണാം. പ്രൊഡക്റ്റ് നമ്പർ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ടെലിംഗ് അബൌട്ട് പ്രൊഡക്റ്റ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ പ്രൊഡക്റ്റ് ഓഡ് ആവാനുള്ള പ്രോബിലിറ്റി എന്ത്, പ്രൊഡക്റ്റ് ഈവൻ ആവാനായിട്ടുള്ള പ്രോബിലിറ്റി ഉണ്ട്. ഫോർ എക്സാമ്പിൾ നമ്മൾ ഓരോ ബോക്സിൽ നിന്ന് എന്നാ കിട്ടുന്നത് നോക്കി. ബോക്സ് നമ്പർ 1, ബോക്സ് നമ്പർ 1 നിന്ന് എടുക്കുന്നു, ബോക്സ് നമ്പർ 2 നിന്ന് എടുക്കുന്നു. ബോക്സ് നമ്പറിൽ നിന്ന് 1 നിന്ന് 1 കിട്ടിയാൽ ബോക്സ് നമ്പർ 2 നിന്ന് 1 കിട്ടാം, അല്ലെ 2 കിട്ടാം, അല്ലെങ്കിൽ 3 കിട്ടാം, അല്ലെ 4 കിട്ടാം. 4 പോസിബിലിറ്റി. ഇനി ബോക്സ് നമ്പർ 1 നിന്ന് ബോക്സ് നമ്പർ രണ്ടാമത്തെ ബോക്സിൽ 3 വരെയുള്ളൂ, അപ്പോൾ 3 വരെ കിട്ടത്തുള്ളൂ. സോറി, ഇറ്റ്സ് മൈ മിസ്റ്റേക്ക്, പ്ലീസ് കറക്റ്റ്. ഇനി ബോക്സ് നമ്പർ 2 നിന്ന് ബോക്സ് നമ്പർ 1 നിന്ന് 2 കിട്ടുവാണെങ്കിൽ, ബോക്സ് നമ്പർ 1 നിന്ന് 2 കിട്ടുവാണെങ്കിൽ ആ സമയത്ത് നമുക്ക് ബോക്സ് നമ്പർ 1 നിന്ന് 1 കിട്ടാം, അല്ലെങ്കിൽ 2 കിട്ടാം, അല്ലെങ്കിൽ 3 കിട്ടാം. സോ ഇറ്റ് ഈസ് ഓൾസോ ഗോയിങ് ടു ബി. ഇനി നമ്മൾ എടുക്കുമ്പോൾ ബോക്സ് നമ്പർ 1 നിന്ന് കിട്ടുന്നത്, ഫോർ എക്സാമ്പിൾ ഇഫ് യു ആർ ഗെറ്റിംഗ് ഇറ്റ് ലൈക്ക് just wait for a moment. ഓക്കെ, ബോക്സ് നമ്പർ 1 നിന്ന് കിട്ടുന്നത് 3 ആണ് കിട്ടുന്നതെങ്കിൽ ആ സമയത്ത് ബോക്സ് നമ്പർ 2 നിന്ന് 1 കിട്ടാം, 2 കിട്ടാം, 3 കിട്ടാം. സോ ദിസ് ഇസ് ഓൾസോ 3, 3, 3. ഇനി ബോക്സ് നമ്പർ 1 നിന്ന് 4 കിട്ടുമ്പോൾ ബോക്സ് നമ്പർ 1 നിന്ന് എന്ത് കിട്ടാം, 1 കിട്ടാം, 2 കിട്ടാം, 3 കിട്ടാം. സോ അങ്ങനെ നോക്കുമ്പോൾ ടോട്ടൽ പോസിബിലിറ്റി എന്ന് പറയുന്നത് നമുക്ക് എത്ര പോസിബിലിറ്റി ഉണ്ട്? മൊത്തം പോസിബിലിറ്റി 3, ഒരു സെറ്റിൽ നിന്ന് 3 എണ്ണം വെച്ച് 3, 3, 3, 6, 6, 3, 9, 12 പോസിബിലിറ്റി. എന്താണ് പറയുന്നത്? പ്രൊഡക്റ്റ് ആണ് നോക്കിയത്. നമ്പറുകളുടെ പ്രൊഡക്റ്റ് നോക്കിക്കേ. 1 നിന്ന് 1 കിട്ടി, രണ്ടാമത്തെ ബോക്സിൽ 1 കിട്ടിയ 1 into 1 1, 1 into 2 2, 1 into 3 3, 2 into 1 2, 2 into 2 4, 2 into 3 6, 3 into 1 3, 3 into 2 6, 3 into 3 9, then 4 into 1 4, 4 into 2 8, 4 into 3 12. അപ്പോൾ നോക്കി ഈവൻ ഏതൊക്കെയുണ്ട്? 1 2 3 4 5 6 7 8. അപ്പൊ എന്ത് സംഭവിച്ചു? 8 പോസിബിലിറ്റി എന്ന് പറയുന്നത് 8 എണ്ണത്തിൽ നമുക്ക് കിട്ടിയത് ഈവൻ ആണ്. അങ്ങനെയാണെങ്കിൽ 4 എണ്ണത്തിൽ പ്രൊഡക്റ്റ് കിട്ടുന്നത് ഓഡ് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ പ്രോബബിലിറ്റി ഓഫ് ഒബ്റ്റൈനിങ് an even product, probability of obtaining an even product എന്ന് പറയുന്നത് എന്ത് വരും? ടോട്ടൽ പോസിബിലിറ്റി 12 ഔട്ട്കം ഉണ്ട്, അതിനകത്ത് 8 എണ്ണം ഈവൻ ആയി. 8/12 that is equal to 2/3. Dividing it by 4, you will get 2/3. The probability of obtaining an even odd product, that will be equal to 4/12, that is equal to 1/3. സോ അപ്പൊ നോക്കിക്കേ, നമുക്ക് പ്രോബിലിറ്റി എന്ന് പറയുന്നത് ഒന്ന് 2/3 പ്രോബിലിറ്റി വന്നു, മറ്റേന്ന് പറയുന്നത് 1/3 പ്രോബിലിറ്റി വന്നു. അങ്ങനെയാണ് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ അനുസരിച്ചിട്ട് നമുക്ക് പ്രോബിലിറ്റി ഈസി ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പൊ ഏതാണോ പേര് തരുന്നത് ആ പേരിൽ നിന്ന് നമുക്ക് ഈസി ആയിട്ട് പ്രോബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. സോ ദ നെക്സ്റ്റ് തിങ് എന്ന് പറയുന്നത്, കൂടുതൽ പെയറുകൾ ഉണ്ട് എങ്കിൽ നമുക്ക് എങ്ങനെയാണ് പ്രോബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറ്റുക? നമ്മൾ ഉദ്ദേശിച്ച പോലെ ഒരു സിംഗിൾ പെയറിന് പകരം മോർ ദാൻ 1 പെയർ ഉണ്ടെങ്കിൽ, ഉണ്ടെങ്കിൽ പ്രോബിലിറ്റി എങ്ങനെയാണ് കണ്ടുപിടിക്കാൻ പറ്റുക? ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഒരു ക്വസ്റ്റ്യൻ എടുക്കുവാണെങ്കിൽ, there are 50 mangoes in a basket. There are 50 mangoes in a basket. ഒരു ബാസ്ക്കറ്റിനുള്ളിൽ 50 മാങ്ങകളുണ്ട്. 20 of which are unripe. 20 of which are unripe. 20 എണ്ണം പഴുത്തിട്ടില്ല. Another basket containing another basket contains 40 mangoes with 15 unripe. വേറൊരു ബാസ്ക്കറ്റിൽ 40 മാങ്ങയുണ്ട്, അതിനകത്ത് 15 എണ്ണം അൺറൈപ്പ് ആണ്. If you take one mango from each basket,
if you take one mango from each basket, what is the probability of both being ripe? What is the probability of both being ripe? Both being ripe. സോ നമ്മുടെ കയ്യിൽ രണ്ട് കൊട്ടയുണ്ട്. ഒന്നാമത്തെ ബാസ്ക്കറ്റിനകത്ത് 50 മാങ്ക, അതിനകത്ത് 20 എണ്ണം അൺറൈപ്പ് ആണ്, അതായത് 20 എണ്ണം പഴുത്തിട്ടില്ല. 30 എണ്ണം റൈപ്പ് ആണ്, ദാറ്റ് മീൻസ് 30 എണ്ണം പഴുത്തിട്ടുണ്ട്. നമുക്ക് രണ്ടാമത്തെ ഒരു ബാസ്ക്കറ്റ് ഉണ്ട്. രണ്ടാമത്തെ ബാസ്ക്കറ്റിനകത്ത് 40 മാങ്ങയുണ്ട്. 15 മാങ്ങ എന്ന് പറയുന്നത് അൺറൈപ്പ് ആണ്, 25 മാങ്ങ എന്ന് പറയുന്നത് പഴുത്തിട്ടുണ്ട്. അങ്ങനെ മൊത്തം എത്രയുണ്ട്? അങ്ങനെ മൊത്തം എന്ന് പറയുന്നത് 40 മാങ്ങ ഉണ്ട്. ഫൈൻ. ഇനി നമ്മൾ ഓരോന്നിനകത്തുനിന്നും ഓരോ മാങ്ങ വെച്ചെടുക്കുന്നു. അങ്ങനെയാകുമ്പോൾ കിട്ടുന്ന രണ്ട് മാങ്ങായും പഴുത്തതാവാനായിട്ടുള്ള പ്രോബബിലിറ്റി എന്താണ്? ബേസിക്കലി ഒന്നാമത്തെ ബാസ്ക്കറ്റിൽ 50 മാങ്ങയുണ്ട്, രണ്ടാമത്തെ ബാസ്ക്കറ്റിൽ 40 മാങ്ങയുണ്ട്. അപ്പൊ അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ ടോട്ടൽ നമുക്ക് കിട്ടാനായിട്ടുള്ള പോസിബിലിറ്റി എന്ന് പറയുന്നത് 50 × 40 ആയിരിക്കും. ഫോർ എക്സാമ്പിൾ നമ്മൾ മുകളിലത്തെ കേസ് നോക്കി. മുകളിലെ കേസിനകത്ത് നമ്മൾ ബോക്സിനകത്ത് ഒന്നാമത്തെ ബോക്സിൽ 1 2 3 4 എന്ന് എഴുതി, രണ്ടാമത്തെ ബോക്സിനകത്ത് 1 2 3 എന്ന് കിട്ടി. മൊത്തം എത്ര കോമ്പിനേഷൻ ഉണ്ട്? 12. 12 എന്ന് പറയുന്നത് എന്താ? ഒന്നാമത്തേതിനകത്ത് എത്ര ടൈപ്പ് ഉണ്ട്, രണ്ടാമത്തിൽ എത്ര ടൈപ്പ്? 4 × 3 12. ഇൻ ദ സെയിം വേ ഒന്നാമത്തെ ബോക്സിനകത്ത് 50 മാങ്ങയും രണ്ടാമത്തെ ബാസ്ക്കറ്റിനകത്ത് 40 മാങ്ങയും ഉള്ളപ്പോൾ എടുക്കുമ്പോൾ കിട്ടാനായിട്ടുള്ള മാങ്ങകളുടെ കോമ്പിനേഷൻ പോസിബിലിറ്റി എന്ന് പറയുന്നത് മൊത്തം 50 × 40. That will be equal to 2000 ways. 2000 waysലാണ് 2000 ways of പെയറുകൾ നമുക്ക് കിട്ടും. കറക്റ്റ്? 2000 ways of പെയറുകൾ കിട്ടും. കറക്റ്റ്? സോ അങ്ങനെ നോക്കിയാൽ നമ്മളിവിടെ വേറൊരു പോസിബിലിറ്റി നോക്കാം. ഒന്നാമത്തേതിനകത്ത് എത്ര പഴുത്ത മാങ്ങയുണ്ട്? ഒന്നാമത്തിനകത്ത് 30 പഴുത്ത മാങ്ങ, രണ്ടാമത്തിനകത്ത് എത്ര പഴുത്ത മാങ്ങയുണ്ട്? 20 പഴുത്ത മാങ്ങ. സോ 30 × 20 എന്ന് പറഞ്ഞാൽ 750 മാങ്ങ. സോ 770 വേസ് ഓഫ് പെയർ എങ്ങനെ കിട്ടും? രണ്ടും റൈറ്റ് ആയിട്ട്. കറക്റ്റ്? 750 രണ്ടും റൈറ്റ് ആയിട്ട്. കറക്റ്റ്? ഇനി ക്ലിയർ ആണോ? നമ്മളോട് ചോദിച്ചിരിക്കുന്നത് വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് ബോത്ത് ബീങ് റൈപ്പ് എന്നാണ്. 750 രീതിയിൽ രണ്ടും പഴുത്തതായിട്ട് കിട്ടാം. അപ്പൊ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് എന്ത് വരും? പ്രോബബിലിറ്റി ഓഫ് ബോത്ത് ബീങ് റൈപ്പ്. പ്രോബബിലിറ്റി ഓഫ് ബോത്ത് ബീങ് റൈപ്പ് എന്ന് പറയുന്നത് 750 ഡിവൈഡഡ് ബൈ 2000. നമ്മൾ 250 കൊണ്ട് ക്യാൻസൽ ചെയ്താൽ മുകളിൽ നമുക്ക് 3 കിട്ടും, താഴെ നമുക്ക് 8 കിട്ടും. സോ ദ പ്രോബബിലിറ്റി ബീങ് 3/8. ഈ ക്വസ്റ്റ്യൻ തന്നെ വെച്ചിട്ട് നമ്മൾ 2-3 വേർഡ്സ് പഠിക്കേണ്ടതായിട്ടുണ്ട്. ഒന്നാമത്തെ വേർഡ് എന്ന് പറയുന്നത് അറ്റ്ലീസ്റ്റ്, രണ്ടാമത്തെ വേർഡ് അറ്റ്മോസ്റ്റ്. അറ്റ്ലീസ്റ്റ് എന്ന് പറയുന്ന വേർഡ് മിനിമം എന്ന് പറയുന്ന ഒരു കാര്യത്തെ സിഗ്നിഫൈ ചെയ്യുന്നതും അറ്റ്മോസ്റ്റ് എന്ന് പറയുന്നത് മാക്സിമം ഒരു കാര്യത്തെ സിഗ്നിഫൈ ചെയ്യുന്നതുമാണ്. സോ ഒരു വേർഡിങ് വരുവാണ് അറ്റ്ലീസ്റ്റ് 1 മാംഗോ ബീങ് റൈപ്പ്. അറ്റ്ലീസ്റ്റ് ഒരു മാങ്ങ റൈപ്പ് ആയിരിക്കണം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം നമ്മൾ 2 മാങ്ങ, ഓരോ കൊട്ടയിൽ നിന്ന് ഓരോ മാങ്ങ വീതം എടുക്കുന്നു. അന്നേരം അറ്റ്ലീസ്റ്റ് ഒരു മാങ്ങ റൈപ്പ് ആവണം, ഏറ്റവും കുറഞ്ഞത് ഒരെണ്ണമെങ്കിലും പഴുത്തതായിരിക്കണം. അപ്പൊ എന്ത് സംഭവിക്കാം? ഒന്നെങ്കിൽ ഒന്നാമത്തെ ബാസ്ക്കറ്റിൽ നിന്ന് നമുക്ക് പഴുത്ത മാങ്ങ കിട്ടാം, അല്ലെങ്കിൽ ഒന്നാമത്തെ ബാസ്ക്കറ്റിൽ നിന്ന് പഴുത്ത മാങ്ങ കിട്ടാം, രണ്ടാമത്തെ ബാസ്ക്കറ്റിൽ നിന്ന് പഴുക്കാത്ത മാങ്ങ കിട്ടാം. രണ്ടാമത്തെ പോസിബിലിറ്റി എന്ന് പറയുന്നത് ഒന്നാമത്തെ ബാസ്ക്കറ്റിൽ നിന്ന് പഴുക്കാത്ത മാങ്ങ കിട്ടാം, അൺറൈപ്പ് മാംഗോ കിട്ടാം, രണ്ടാമത്തെ ബാസ്ക്കറ്റിൽ നിന്ന് നമുക്ക് പഴുത്ത മാങ്ങ കിട്ടാം. ആ കേസിൽ എന്തുണ്ട്? ഒരു മാങ്ങ പഴുത്തത്. വേറൊരു പോസിബിലിറ്റി എന്ന് പറയുന്നത് ഒന്നാമത്തെ ബാസ്ക്കറ്റിൽ നിന്നും പഴുത്തത് കിട്ടാം, രണ്ടാമത്തെ ബാസ്ക്കറ്റിൽ നിന്നും നമുക്ക് പഴുത്തത് കിട്ടാം. അപ്പോഴും എന്താണ്? നമുക്ക് ഒരു മാങ്ങ പഴുത്തത്. കറക്റ്റ്? രണ്ടും പഴുത്താണെങ്കിൽ പ്രശ്നമില്ലല്ലോ. സി, ഒന്നാമത്തെ ബാസ്ക്കറ്റ്, നമ്മുടെ 2 ബാസ്ക്കറ്റുകൾ നമ്മൾ കൺസിഡർ ചെയ്തപ്പോൾ ഒന്നാമത്തെ ബാസ്ക്കറ്റിനകത്ത് 20 എണ്ണം അൺറൈപ്പും 30 എണ്ണം റൈപ്പുമാണ്. രണ്ടാമത്തെ ബാസ്ക്കറ്റിനകത്ത് 15 എണ്ണം അൺറൈപ്പും 25 എണ്ണം റൈപ്പുമാണ്. ഓക്കെ, 25 എണ്ണം റൈപ്പുമാണ്. അപ്പോൾ ഒന്നാമത്തെ ബാസ്ക്കറ്റിൽ നിന്ന് റൈപ്പ് കിട്ടാനുള്ള പോസിബിലിറ്റി എന്ന് പറയുന്നത് 30 ആണ് ഇൻറ്റു രണ്ടാമത്തെ ബാസ്ക്കറ്റിൽ നിന്ന് അൺറൈപ്പ് കിട്ടാനുള്ള പോസിബിലിറ്റി എന്ന് പറയുന്നത് 15 ആണ്. കാരണം എന്താണ്? 15 എണ്ണമാണ് അൺറൈപ്പ്. 30 × 15, 15 × 3 45, 450 വേസ്. ക്ലിയർ?
ഒന്നാമത്തെ ബാസ്ക്കറ്റിൽ നിന്ന് അൺറൈപ്പ് കിട്ടാനുള്ള പോസിബിലിറ്റി എന്ന് പറയുന്നത് 20 രണ്ടാമത്തെ ബാസ്ക്കറ്റിൽ നിന്ന് 15 റൈപ്പ് എന്ന് പറഞ്ഞ എത്ര എണ്ണം ഉണ്ട്? 25 എണ്ണം ഉണ്ട്. 25 × 20 ദാറ്റ് ഈസ് ഈക്വൽ ടു 500 പീസ്. ഒന്നാമത്തെ ബാസ്ക്കറ്റിൽ നിന്ന് റൈപ്പ് എത്ര എണ്ണം ഉണ്ട്? 30 എണ്ണം ഉണ്ട്. രണ്ടാമത്തെ ബാസ്ക്കറ്റിനകത്ത് റൈപ്പ് എത്ര എണ്ണം ഉണ്ട്? 25 എണ്ണം ഉണ്ട്. സോ 25 × 30 750 രീതിയിൽ ഇത് സംഭവിക്കാം. ക്ലിയർ? അങ്ങനെയാണെങ്കിൽ അറ്റ്ലീസ്റ്റ് വൺ റൈപ്പ് എന്ന് പറയുമ്പോൾ ടോട്ടൽ എത്ര വരും? ടോട്ടൽ 450 പ്ലസ് 500 പ്ലസ് 750. 750 പ്ലസ് 50 800. 800 പ്ലസ് 400 1200 പ്ലസ് 500 1700. 1700 വേസിൽ അറ്റ്ലീസ്റ്റ് നമ്മൾ 2 ബാസ്ക്കറ്റിൽ നിന്നും ഇൻഡിവിജ്വൽ ആയിട്ട് ഓരോ മാങ്ങ എടുക്കുമ്പോൾ ഒരു മാങ്ങ എന്താവാം? ഒരു മാങ്ങ പഴുത്തതാവും. സോ ദ പ്രോബിലിറ്റി ഓഫ് obtaining at least one ripe. The probability of obtaining at least one ripe will be equal to 1700 divided by 2000. 0 cancels. You will get 17 divided by 20. You will get 17 divided by 20. ക്ലിയർ? അപ്പൊ ഇങ്ങനെയാണ് നമുക്കൊരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ ആ ക്വസ്റ്റ്യനെ നമുക്ക് ഇന്റർപ്രറ്റ് ചെയ്യുകയും എക്സ്പ്ലെയിൻ ചെയ്യാനും പറ്റും. സോ നമ്മളൊരു പെയറിന്റെ എക്സാമ്പിൾ കണ്ടു. കൂടുതൽ ക്വസ്റ്റ്യൻസ് നമ്മൾ അടുത്ത വീഡിയോയിൽ കാണുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ഫർദർ എക്സ്പ്ലനേഷനോ ക്ലാരിഫിക്കേഷനോ ആവശ്യമായിട്ടുണ്ടെങ്കിൽ ഇത് കമന്റ് സെക്ഷനിൽ ചോദിക്കാം. അതുപോലെ തന്നെ വേറെ ഏതെങ്കിലും ഒരു സ്പെസിഫിക് ടോപ്പിക്കിന്റെ ഡിസ്കഷൻ ആവശ്യമാണെങ്കിൽ അതുകൂടി ചോദിക്കാം. ആസ് എ ടോക്കൺ ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ്, പ്ലീസ് ലൈക്ക് ടു ദിസ് പെർട്ടിക്കുലർ വീഡിയോ. Please share with your friends, teachers, etc. Subscribe to our channel. Keep watching, keep learning. Thanks for watching. Bye.